ആരോ അന്തോട്ടുണ്ടാക്കണേ ചക്ക വരട്ടണതാ. ചക്ക വരട്ടി. കഴിഞ്ഞ ദിവസം 2 ദിവസമായി ഞാനിതൊക്കെ ചെയ്ത് വെച്ചിട്ട്. കഴിഞ്ഞ ദിവസം കഥ പറഞ്ഞിട്ട് ഇപ്പോഴാണോ? അതെ. അപ്പൊ ഞാന് 1 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചക്ക വേവിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാട്ടോ. വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. സമയം കിട്ടാത്തത് കൊണ്ട് ഇത് 2 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നു. വേവിച്ച് അരച്ചൊക്കെ എടുത്തതാ. ഈ ചക്ക ഇങ്ങനെ ശർക്കരയില് കിടന്നിങ്ങനെ ഇളക്കി ഇളക്കി കൈവിടാതെ ഇളക്കി ചക്ക വരട്ടിയാവും. ആ വലിയ സ്റ്റൗവിൽ വെച്ചെങ്കിൽ വേഗം തീർന്ന. എനിക്ക് നിങ്ങളുടെ മോനെ ഇതൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് സത്യത്തിന് ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മൾ വീട് വെച്ച സമയത്ത് ലോൺ എടുത്തിട്ടാണ് വീട് വെക്കണം. ലോൺ എടുക്കാന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ലോൺ എടുത്തിട്ടാണ് വീട് വെക്കണം. എല്ലാവരുടെയും പോലെ തന്നെ. അപ്പൊ നമ്മൾ അന്ന് വാടകയ്ക്കാണല്ലോ താമസിക്കണേ. അപ്പോ ലോൺ സാങ്ഷൻ ആയ പിന്നത്തെ മാസം മുതൽ ലോൺ അടച്ചു തുടങ്ങണം. നമ്മൾ വീട് താമസമായിട്ടില്ല, വീട് പണി കഴിഞ്ഞിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഹൗസിംഗ് ലോണും വാടകയും കൂടെ നമുക്ക് ഒരുമിച്ച് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്ത് ഇടിപിടിന്ന് നമ്മള് വീട് താമസിക്കാൻ മഴ കൊള്ളാണ്ട് കേറി കിടക്കാൻ അത്രമാത്രം ചിന്തിച്ചിട്ടുള്ളൂ. ഇവിടെ കബോർഡ് വർക്ക് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ താഴെ ഈ ചെയ്ത വർക്കുകളല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മള് പെട്ടെന്ന് മുഹൂർത്തം എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് താമസം മാറ്റി. മറ്റത് ബഡ്ജറ്റ് നമുക്ക് താങ്ങണുണ്ടായിരുന്നില്ല, വാടകയും ലോണും ഒക്കെ കൂടെ. അപ്പൊ അങ്ങനെ താമസമായി. ആ താമസം അങ്ങനെ അതിന്റെ പണികളൊക്കെ ഇപ്പൊ താമസം ഇങ്ങനെ മുന്നോട്ട് പോയി കൊല്ലം 10ആയി. അതിനിടയിൽ ഇപ്പൊ കല്യാണം തീരുമാനമായി. അപ്പൊ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ പണികൾ, എല്ലാ പണികളൊന്നും തീർക്കണതല്ല. നിങ്ങളൊക്കെ വരുമ്പോ വൃത്തിയായിട്ടിരിക്കേണ്ട വീട്. അതെ, എല്ലാ പണികളും തീർക്കല്ല, എന്നാലും ചെറിയ പണികൾ ചെയ്യണം. അപ്പൊ അതിന്റേതായ കുഞ്ഞു കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ടില് ആകാശ് മോനാണ് അവന്റെ പരിപാടിക്ക് കിട്ടുന്ന വൈദ്യുതി സ്വൽക്കൂട്ടി വെച്ച് ഫ്രണ്ട് വശം ഫുള്ള് ടൈലിട്ടു. പിന്നെന്താ, മോളുടെ മുറി അവള് തന്നെയാണ് ചെയ്യണം, അത് ചെയ്തു. അങ്ങനെ നമ്മള് ചെറിയ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നു. അങ്ങനെ മറ്റേ ഉറുമ്പ് ശേഖരിക്കുന്ന മാതിരി പഞ്ചവത്സര പദ്ധതിയായിട്ട് ഞങ്ങൾ കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കലാകാരൻ ഒരുമിച്ചൊരു ഫണ്ട് ഇറക്കാൻ ഉണ്ടാവില്ലേ? ഓരോ പരിപാടി കഴിയുമ്പോ അത് വന്നോണ്ടിരിക്കുക. അതിന്റെ വിശേഷങ്ങൾ ഓരോ പരിപാടി കഴിയുമ്പോ ഓരോന്നായിട്ട് ചെയ്തോണ്ടിരിക്കണം. ഇത് വരട്ടണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇത് മുഴുവൻ ഇന്ന് പണിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അതിനിടയിൽ ബുബ്ബയെ കുളിപ്പിക്കാൻ വന്നു. ബുബ്ബ നമ്മൾ പരിപാടി ചേർത്തായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അവനെ കുളിപ്പിച്ചിട്ട് കുറച്ചായി. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ ബ്യൂട്ടീഷ്യൻ വന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ആയപ്പോ എനിക്ക് വലിയ മറ്റേ അടുപ്പൊന്നും മോളിൽ എടുത്ത് ഇവർക്ക് അച്ഛനും മോനും നേരം ഉണ്ടാവില്ല. മോളാണെങ്കിൽ ഇവിടെ ഇല്ല, അവള് കോട്ടയത്ത് പോയി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ അടുപ്പിൽ വെച്ചു. ഇനി സാറ് പുറത്തുനിന്ന് വരുമ്പോ വലിയ അടുപ്പ് എടുത്ത് വെച്ച് തരാന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ ഇളക്കി കൈയുടെ കുഴവേനുണ്ട്. ചക്ക വരട്ടാന്ന് പറഞ്ഞ നിസ്സാരമല്ലോ. ആരോടാ പറഞ്ഞത് ചക്ക കൊണ്ടുവരാൻ? ഞാനല്ലേ വരട്ടാറ് സ്ഥിരം. അപ്പൊ അങ്ങോട്ട് വരട്ടിക്കോളൂ. വരട്ടാറോ? ഇന്ന് 5ാമത് മറ്റേ മെറ്റല് കോരി ഞാനും നമ്മുടെ വിശ്വനാഥൻ ചേട്ടനും കൂടി. ഞാൻ കോരി ചട്ടിയിലിട്ടു, ചേട്ടൻ ചട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ഇട്ടു. ചേട്ടൻ പണിക്കാശും മേടിച്ചു, എനിക്ക് പണിക്കാശും ഇല്ല. വിശ്വനാഥൻ ചേട്ടൻ. ഇന്ന് 3 പണിയുടെ ആൾക്കാരുണ്ട്. വിശ്വനാഥൻ ചേട്ടന്റെ പണി, പിന്നെ നമ്മുടെ ഇലക്ട്രീഷ്യൻ ബൈജു വഴിക്കുളങ്ങര ചേട്ടന്റെ പണി, പിന്നെ AC ശരിയാക്കണ ശ്യാം വന്നു. എല്ലാം കൂടിയാ. അതെ. അപ്പൊ ഇന്ന് 2-3 മറ്റേ മൺവട്ടിക്ക് കോരിട്ട് കൊടുക്കും. അത്ര മെറ്റൽ വേർത്ത് കുളിച്ചു നിക്കാൻ ഞാനിവിടെ. അപ്പൊ ഒരു കാര്യമില്ലാന്നേ, ഈ നേരമില്ലാത്ത നേരത്ത് നീ കയ്യിൽ എന്നെ കൊണ്ട് വൈകാലത്ത് ഇതിപ്പോ ഉണ്ടാക്കിക്കുമ്പോ ആവശ്യമുണ്ടോ? അത് ഗോപൻ കൊണ്ടുവന്ന ചക്കയാ. ആര് പറഞ്ഞ ഗോപനോട് ചക്ക വേണോ കണ്ണൻ ചേട്ടാന്ന്? ഞാൻ ആദ്യം ചാടി കയറി പറയും വേണ്ട. ഗോപന്റെ അമ്മ വീട്. ഇത് ഗോപന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയുടെ വരട്ടിയാണ്. അതെ. അപ്പൊ കഴുത്ത ചക്ക കൊണ്ടൊരു ഗോപ വരട്ടാന്ന് ഗോപനാണെങ്കിൽ ഇത്രയുള്ള ചക്ക കൊണ്ടുവന്നു. 3 ചക്ക ബാലോപ്പിക്ക് കൊടുത്തു, ബാലകൃഷ്ണ കമ്മത്ത്. സത്യത്തിൽ 2 ഇവിടെ 2 അവിടെ ഞാനാണ് നൈസായിട്ട് അത് അങ്ങോട്ട് പഴച്ച ചെയ്തത്. അവിടെ ബിന്ദുമ്മ ഇരുന്ന് ചെയ്തോളൂ.
എന്നാൽ ഇളക്കി കഴിയട്ടെ. ഇതാവാൻ നല്ല സമയം എടുക്കും. എന്തായി പാറു? മുഴുവൻ എന്റെ കൈ തിരുമ്പി തന്നോട്ടോ. സാര പണിയല്ല. ചക്ക കൊണ്ടുവരുമോ എന്ന് പറഞ്ഞപ്പോ ആലോചിച്ചില്ലല്ലോ. ഇതിലിപ്പോ എന്താ ചേർത്തേണേ? ഇതില് ഞാനൊന്നും ചേർത്തിട്ടില്ല. ശർക്കരയും വേവിച്ച് അരച്ച ചക്കയും. ഇനി എന്തൊക്കെ ചേർക്കും? നെയ്യ് മാത്രം. വേണമെങ്കിൽ ഇത്തിരി ഏലക്കായ പൊടി ചേർക്കാം. ഞാൻ വേറെ ഒന്നും ചേർക്കില്ല. ഇതങ്ങടെ കട്ടയാക്കി ഉരുട്ടി. ഇതില് നമുക്ക് കപ്പലണ്ടി വറുത്ത് ചേർക്കാം. വെള്ളിച്ചനൊക്കെ ഉള്ളപ്പോ വിദ്യാഭ്യാസനൊക്കെ അങ്ങനെയായിരുന്നു. കപ്പലണ്ടി ചേർക്കും, കശുവണ്ടി ചേർക്കും. ഒന്നും ഇഷ്ടമല്ല. ഞാനൊന്നും ചേർക്കില്ല. ചുക്ക് ജീരകം പോലും ഞാൻ ചേർക്കില്ല. ഏലക്കായ മാത്രമേ ചേർക്കുള്ളൂ. ഞാനൊക്കെ കുറച്ചു തരാം. അത് അടി പിടിക്കാണ്ടേ ജീരകം കിട്ടണം. മാറിക്കോ. വേണ്ട. ഈ കർത്തൈകൾ എന്റേതാണ്. ഈ കർത്തൈകൾക്ക് പിന്നിലുള്ള ശരീരം കാണിക്കുന്നില്ല. ബോഡി മസിൽ ഷോ. ഷർട്ടിട്ടല്ലേ. അതൊന്ന് പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചിട്ട് ഇപ്പൊ കുളിച്ചിങ്ങോട് വന്നിട്ടുള്ളൂ. നാളെ മുതലെന്നാ പിന്നെ വീഡിയോയില് ഷർട്ടൊക്കെ ഇട്ടെടുത്ത് വരാം. അതെ അതെ. കാരണം കല്യാണ വിശേഷങ്ങളൊക്കെ കുറേശ്ശെ പറയണ്ടേ? അതെ അതെ, പറയാറായി. പറയാം. അടി പിടിച്ചിട്ടുണ്ടെങ്കില് ശ്രദ്ധിച്ചിളക്കിക്കോളൂ. അയ്യോ, എങ്ങനെയാ കണ്ടിട്ട് എന്നെ പാറൂന്ന് വിളിക്കണം? പരിപാടിക്ക് പോണോടത്തൊക്കെ കണ്ണേട്ട പാറൂന്ന് വിളിക്കണമെന്ന് പറയോ? ഒന്ന് വിളിക്കോ അതൊക്കെ ചോദിക്കോ. സബിത അല്ലേ? നമ്മള് വെള്ളായണി പോയപ്പോ ആ മോള് സ്റ്റേജിൽ ഓടി വന്നു. എന്റെ പേര് സബിത എന്നാണ്. കണ്ണേട്ട ഒന്ന് അച്ഛ അല്ല കണ്ണേട്ടന്നല്ല അച്ഛ, ഞാൻ അച്ഛന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ മോള് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അച്ഛ ഒന്ന് അമ്മ പാറൂന്നൊന്ന് വിളിക്കോ, അത് കേക്കാനാന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചിട്ടാണ് പോയത്. എന്തൊരു സന്തോഷാന്നറിയോ ഈ ആൾക്കാരുടെ ചോള പറിക്കുന്നിട്ട് ഭാര്യ ഭർത്താവും കൂടി അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ഉണ്ടാക്കാല്ലേ. എന്നിട്ട് ഈ ചക്കയുടെ ചോള ആര് പറിച്ചു? ഞാൻ. എന്ത് പാറു? ആ മിണ്ടരുത്. സുമേച്ചിയും പാറും. ഇത്തിരി നെയ്യ് ചേർക്കാം നമുക്ക് കേട്ടോ. ഒരു പാട്ട നെയ്യ്. ഒരു പാട്ട നെയ്യൊന്നും ചേർത്തില്ല. ഒരു 2 സ്പൂൺ 2.5 സ്പൂൺ നെയ്യുണ്ടോ? നെയ്യ് വേണം, അല്ലെങ്കിൽ കേടാവില്ലേ. നടുവില് വഴി വരണം എന്ന് പറയും. വഴി വന്നാ? വഴി വന്നോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഉറക്കണ്ടേ? അങ്ങനല്ല കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പോ അതിന്റെ ഇടയിൽ ആ ഉള്ളി കാണണം. ഇതിപ്പോ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിട്ട് പിന്നെ കൂടുക. ഇത്തിരി കൂടെ ആവണം എന്നാണ് അതിന്റെ അർത്ഥം. അമ്മൂമ്മമാരെയൊക്കെ സമ്മതിക്കണ്ടല്ലേ. എന്തോരം ചക്കയാണ് അവര് വരട്ടി വയ്ക്കുക. എന്റെ അമ്മൂമ്മയൊക്കെ ഇപ്പൊ പറയും പഴയ കഥയാണ് എന്നൊക്കെ പറയും. പക്ഷെ പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ 1 ചക്ക 2 ചക്കയൊന്നും അല്ല അവര് വരട്ടിയിരുന്നേ. നമ്മളിവിടെ മുക്കളം ഇടണം. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ വേവിച്ച് അരച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. വേവിക്കണ പരിപാടിയില്ല. ഞാൻ വരട്ടിയിരുന്നപ്പോഴും ചക്ക അങ്ങനെ ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് ചക്ക അങ്ങനെ തന്നെ മുഴുവനായിട്ട് ഇടുക, അല്ലെങ്കിൽ അരിഞ്ഞിടുക. അതെല്ലാം കിടന്ന് വെന്ത് വരണ്ട് ഇങ്ങനെ വരും. നമുക്കിപ്പോ അത്രയും സമയം അന്ന് അടുപ്പിലൊക്കെയാണല്ലോ ചെയ്യണത്. വീട്ടിലിങ്ങനെ പൊക്കമുള്ള അടുപ്പായിരുന്നു, അതിലാണ് ചെയ്യാ. വഴി വരട്ടെ. നെയ്യ് ഇറക്കി ചേർക്കണം. അതുപോലെ ഏലക്കായ, ചുക്ക്, ജീരകം പൊടിച്ച് ചേർക്കാം. ഞാനിപ്പോ ഇത്തിരി ഏലക്കായും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് പൊടിച്ചത് മാത്രമേ ചേർക്കുള്ളൂ. കാരണം എനിക്ക് ചുക്ക് ജീരകത്തിന്റെ ഒന്നും ഫ്ലേവർ ഇഷ്ടമല്ല. പിന്നെ നമ്മളത് ഇത്തിരി എടുത്ത് പായസമൊക്കെ വെക്കുന്ന സമയത്ത് അതിലേക്ക് ഇത്തിരി ചുക്കും ജീരകവും കൂടി ഇടും. അട ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് ചുക്കും ജീരകം ഇഷ്ടമല്ല. ഇതൊക്കെ മാക്സിമം പായസം ഇവിടെ ഉണ്ടാക്കൽ കുറവാണ്. അടയാണ് ഉണ്ടാക്കുക. അട എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഗോതമ്പ് കൊണ്ടാണെങ്കിലും അരി കൊണ്ടാണെങ്കിലും ഇഷ്ടമാണ്. ഇപ്രാവശ്യം മോൾക്ക് 2 അട ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവൾ അരി കഴിക്കില്ല, ഗോതമ്പും കഴിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് വ്യത്യാസമായിട്ട് റാഗിയിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട്. കൊച്ചുപടിയില്ലല്ലോ വരുമ്പോ വന്നിട്ട് മിതു അനുപമ ടീച്ചറുടെ കോട്ടയത്ത് കൂച്ചുപ്പിടി വർക്ക്ഷോപ്പിലാണ് ടീച്ചറെ അസിസ്റ്റ് ചെയ്യാൻ പോയിരിക്കുക. അപ്പൊ അവിടെ വരുമ്പോ 2 അട അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. 2 എന്ന് പറഞ്ഞാ അത് 1.5 കഴിക്കുള്ളൂ. അങ്ങനത്തെ ഒരു കൊച്ചാണ്. അതിന് പരിപാടിക്ക് പോകുമ്പോ കമ്പത്തൊക്കെ ചീത്ത പറഞ്ഞാണ് ഭക്ഷണം കഴിപ്പിക്കണം. വഴി വെട്ടിട്ടാവാം. ഇനി വഴി വെട്ടിട്ട് വഴി വെട്ടാൻ ഇത്തിരി 5 മിനിറ്റ് കൂടെ മതിയാവും.
ഞാൻ വിശ്രമിക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ എന്തോരം പണിയെടുത്താ മെറ്റല് മുഴുവൻ അപ്പുറത്തോണ്ട് നിട്ടില്ലേ. നോണ പറയരുത് കണ്ടിട്ട് നിനക്ക് തൂമ്പേ കൊണ്ട് അതില് വാരിട്ടു. ഞാനും വിശ്വൻ ചേട്ടനും കൂടി ചുമന്ന് ഞാൻ മമ്മട്ടിക്ക് വെട്ടി കോരി. ഒരു മഹാനായ കലാകാരനെ കൊണ്ടാണോ നിങ്ങൾ ഈ മമ്മട്ടിക്കൊക്കെ മെറ്റല്? വഴി വന്നാ വഴി തരുന്നുണ്ടോ? കണ്ടോ? കണ്ടില്ലേ പുത്രം വന്നിട്ടുണ്ട് അവിടെ. വഴി വന്നില്ലേ? വണ്ടി വന്നു. ആ ഹലോ എവിടെയായിരുന്നു? കടയിൽ പോയതാ. അതെ, കുമാരി അവിടെ മണിയാർ ഒരുക്കുന്നു. നമുക്ക് മണിയാറ് ഒരുക്കാനുള്ള കാശില്ലാത്തോണ്ട് കക്കൂസ് ഒരുക്കുന്നു. അതെ, ക്ലോസറ്റ് മാറ്റി. അതെ, മെയിൻ കാര്യം അതല്ലേ. അപ്പൊ ഭിത്തിമ കുറച്ച് ചോരുമ കുറച്ച് പഴയ ഫ്ലഷ് ടാങ്കിന്റെ പാടുകളുണ്ടായിരുന്നു. ചുമരുമ പിടിക്കുന്ന മറ്റേ യൂറോപ്യൻ പണ്ടത്തെ ആയിരുന്നു. അപ്പൊ അത് മാറ്റിയപ്പോ ചുമന്ന കളർ വരാം. അതെ, അപ്പൊ അതിന് ഹാർപ്പിക്ക് ചുമന്ന കളർ മേടിച്ചാൽ പോകുന്നു പറഞ്ഞിട്ട് അത് മേടിക്കാൻ പോയതാ. ആ പ്ലംബർ ഏട്ടൻ. സുമേച്ചിയുടെ മുറിയിലേക്ക് ഇതേ പുതിയ സാധനങ്ങളൊക്കെ വരാൻ പോയല്ലേ. കല്യാണം പ്രമാണിച്ച് വീടൊന്ന് ഐശ്വര്യപൂർവ്വം ആക്കിക്കൊണ്ടിരിക്കുക. ഇതാണെങ്കിൽ ഗോപന്റെ അമ്മയുടെ വീട്ടിലെ ചക്ക. വെറുതെ ആ ചെക്കനെ ചൊറിയാൻ നിൽക്കാൻ. ശോഭ, ഇത് നല്ല പടിയായി പോയി ചേച്ചിക്ക്. ഇവിടെ എല്ലാവർക്കും തിരക്ക് പണിയാ. അറിയോ, ഇവിടെ ആങ്ങളെ പെണ്ണുകൂടിയാണ് പെയിന്റ്. അതെ, വൈറ്റ് വാഷിന്റെ റേറ്റ് വെച്ചപ്പോ ഭയങ്കര റേറ്റ്. അയ്യോ, അല്ല അത് കൂടിപ്പോയിട്ടല്ല, നമ്മുടെ റേറ്റ് കറക്റ്റാ. ഒറ്റടിക്ക് അങ്ങനെ പൈസ എടുക്കാൻ കലാകാരനെ പറ്റില്ല. ഒരുമിച്ച് എടുക്കാൻ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടാവും. ഓരോ പരിപാടി കഴിയുമ്പോ ഓരോന്നോരോന്നായി ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഇത് ആങ്ങളും പെങ്ങളും കൂടെ തന്നെ അവർക്ക് പറ്റണ അവരുടെ ബെഡ്റൂമിന്റെ ചുമരുകളൊക്കെ. ആകാശിന്റെ മുറിയില് ഒരു കളറ്, ഒരു ചുമര് വെള്ള, ഒരു ചുമര് പച്ച, ഒരു ചുമര് ബ്രൗൺ. അവൻ ഡിസൈൻ ചെയ്യാൻ പോയതാണ്. കളർ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വരച്ചിട്ട് വേറെ എന്താണ്ട് ചെയ്യില്ലേ, അങ്ങനെ ചെയ്ത് 5 കളർ കയറിയത്. ആ, വഴി വന്നു. മതിയാ. ആകാശാണ് ഏലക്കായ പിടിക്കുന്നത്. ഞാൻ എത്ര നേരം ഇളക്കിയിട്ട ഗൈസ്. എന്റെ പൊന്നെ, ആ വീഡിയോ ഞാൻ കട്ട് ചെയ്തപ്പോ ഇട്ടിട്ട് പോയി. ഏലക്ക പൊടിച്ചത് സൂപ്പർ ചക്ക വരട്ടിയത്. ചക്ക ഉണ്ടാവണ കാലത്ത് ചക്ക കഴിക്കണം, മാങ്ങ ഉണ്ടാവണ കാലത്ത് മാങ്ങ കഴിക്കണം. ഓരോന്ന് ഉണ്ടാവണ സമയത്ത് ഓരോന്ന് കഴിച്ചാൽ ഒരു രോഗം വരില്ലേ. ഇപ്പൊ തണ്ണിമത്തം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വീഡിയോകൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. കണ്ടാ ആകാശം ഉണ്ടാ സ്ഥിരം കഴിക്കുന്ന സാധനമാണ്. ഞാൻ ഒരെണ്ണം ലിങ്ക് നിനക്ക് അയച്ചിട്ടുണ്ട്. എങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ. തണ്ണിമത്തം കഴിച്ചിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കുഴിമന്തിയിലൊപ്പം പെപ്സി കുടിച്ചാൽ അത് പറ്റും. അതൊക്കെ അങ്ങനെ ഉള്ളതാണ്. ആ, ചിക്കൻ മേടിച്ച് ഉണ്ടാക്കി കഴിച്ചൂടെ? ചോറുണ്ണുമ്പോൾ വെള്ളം കുടിച്ചാൽ അത് പാടില്ല. ഞാൻ ചോറിനൊപ്പം കഴിക്കാറില്ല. ഇറക്കിക്കോ. അതെ, ആകാശമാണ് മൊത്തം. പതുക്കെ ഉരുളി നിലത്തുമില്ലേ. ഏലക്കായുടെ വാസന വന്നപ്പോൾ പൂർത്തിയായി. അപ്പൊ ഞാൻ എന്റെ ബാത്റൂമൊക്കെ ഒന്ന് കഴുകട്ടെ പോയി. ആയിക്കോട്ടെ. മിഥുവിന്റെ റൂമിലേ കട്ടിലൊന്നും പരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യമായിട്ട് വേസ്റ്റ് ഇട്ടുന്ന, അതായത് നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു മിഥുന്റെ റൂമിൽ. അപ്പൊ അത് മാറ്റി അവൾക്കൊരു കട്ടില് മേടിച്ചു, ബെഡ് മേടിച്ചു. ഇതൊക്കെ പഞ്ചവത്സര പദ്ധതിയാട്ടോ. സ്വാദ് നോക്കിയതോ? കട്ടിലാദ്യം ഹോവർ മധുരമില്ല. അതാ ഞാൻ പറഞ്ഞേ, കട ഉണ്ടാക്കുകയാണെങ്കിലും പായസം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ മധുരം വേറെ ചേർക്കണം. ഇപ്പൊ നമുക്ക് ഇവിടത്തെ പിള്ളേരെ പിന്നെ ആകാശം പിള്ളേരെന്ന് ഉദ്ദേശിക്കുന്ന മിഥുനല്ല കേട്ടോ. ഇത് രണ്ടെണ്ണം ഇവിടത്തെ ആന്തരികൾ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ മധുരം കുറച്ചെടുത്തത്. ഇന്ന് അച്ഛനും മോനും കൂടെ എന്റെ കൈയും കാലൊക്കെ തിരുമ്മി തരും. അതാണ് വെളിച്ചക്കുറവ്.
രാവിലെ മുതൽ റെഡി ആയിട്ട് നിൽക്കാൻ ഞാൻ ഉണ്ടാക്കാൻ. ഇവർക്ക് ഇത് നേരം കടപ്പക്കല്ലൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തോ? കടപ്പക്കല്ല് കാണിച്ചിട്ടില്ല, അത് വേറെ വീഡിയോ ചെയ്യാം. വീഡിയോയിൽ കാണിക്കാം. ഞങ്ങളെ വീട്ടിൽ വന്ന് വ്യത്യാസം ഓരോ വിശേഷങ്ങളും കുറച്ചായിട്ട് പറയാം. ഈ പരിപാടി തിരക്ക് ആയതുകൊണ്ടാണ് ഹോം ടൂർ ധരിച്ചതല്ലേ ഞങ്ങൾ? ഹോം ടൂർ ഇതുവരെ ചെയ്തിട്ടില്ല. അതല്ലാണ്ട് വേറെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ ഉടനെ അല്ല, കുറച്ചായിട്ട് പുറകെ വരുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കല്യാണം എന്നാ? അതെ മറുപടി നിശ്ചയം കഴിഞ്ഞോ? അതെ. അപ്പൊ ഇതിനൊക്കെ ഉള്ള മറുപടി കല്യാണം ഉടനെ വരണുണ്ട്. അതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങള്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിതാ അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയിക്കുന്നത്. നമ്മുടെ ചക്രവർത്തി റെഡി ആയിട്ടുണ്ട്. അമ്മ മദ്യമ ഓഹോ, വഴി വരണം. കണ്ടോ വഴിയല്ലേ വന്നേക്കണേ? എടാ, എത്ര വരക്കണോ അത്രയും നന്നായി. അത് ആകാശം നമ്മുടെ ഷേണായി ചേട്ടന്റെ കിടന്ന് നല്ലൊരു ക്ലോസറ്റ് ഒക്കെ മേടിച്ചു. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത വീഡിയോ വരെ അയച്ചു. അമ്മയ്ക്ക് അയച്ച വീഡിയോന്റെ കഥ പറയണല്ലേ ഞാൻ. ഇത് വീഡിയോ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ കേസ്. എന്റെ സന്തോഷമായ നിമിഷങ്ങളൊക്കെ ഇവർ അറിയണ്ടേ? മതി പതുക്കെ. ഇവന്റെ സന്തോഷമായ നിമിഷങ്ങളല്ലേ ഞാനൊരു വീഡിയോ ചെയ്യണ്ട, ഇവന്റെ സന്തോഷമായ നിമിഷങ്ങളെ കുറിച്ച്. പതുക്കെ ഉരുളിയാനം കണ്ട് മതി. ഇറക്കാറായില്ലേ? ആ കൺക്ലൂഡ് ചെയ്യാ. ഒരു സ്പൂൺ നെയ്യും കൂടെ വെച്ച് എന്റെ ഒരു സന്തോഷത്തിന്. എന്നാ ഞാനിപ്പോ ചീത്ത പറയണ്ടേ? ഇതുണ്ടോ, ഞാൻ ഇത്രയും നേരം ഈ ഗ്യാസ് സ്റ്റവ് എങ്ങനെ വൃത്തിക്ക് കൊണ്ടുനടന്നതാ. ബുബയ്ക്ക് ചോറ് വെച്ചിരിക്കട്ടോ പഴയ കുക്കറില്. ഇത് ബുബയുടെ ചോറ്, ചിക്കൻ ചോറും. അതേപോലെ ഞങ്ങളുടെ റൂമൊക്കെ ലൈറ്റ് മറ്റേ ട്യൂബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിള്ളേർക്ക് ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഭയങ്കര ഫാൻസി ലൈറ്റുകളൊക്കെ പിടിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇവിടുത്തെ ആസ്ഥാന ഇലക്ട്രീഷ്യൻ ബൈജു വഴിക്കുളകര ചേട്ടനെ കൊണ്ട് ഇവര് രണ്ടും കൂടെ സത്യം കഷ്ടം തോന്നും കേട്ടോ. രണ്ടും കൂടെ എറണാകുളം ടൗണിൽ ഇങ്ങനെ തേരപ്പാര നടക്കുക. ഓരോ കട കയറി ഇറങ്ങി ഓരോ സാധനത്തിന്റെ വില ചോദിച്ച് പേശി ലൈറ്റും മറ്റേ ചുമരിലൊട്ടിക്കുന്ന സാധനങ്ങളും അത് ഇതൊക്കെ സ്റ്റിക്കറൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം. കാരണം നമ്മളൊരു ഇന്റീരിയർ ഡിസൈനറിനെ ഏൽപ്പിച്ച അവർ ഗംഭീരമായിട്ട് ചെയ്തു തരും. നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരുപാട് മേലെ ചെയ്തു തരും അവര്. പക്ഷെ അവരുടെ ഒരു ബഡ്ജറ്റ് കൊടുക്കാനുള്ള സാമ്പത്തികം നമ്മുടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവര് അങ്ങളും ഞങ്ങളും കൂടെ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നതും. മിഥുവിന്റെ മുറിയൊക്കെ സൂപ്പറാക്കി, അത് കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയില് ചെയ്യാതെ. അവളും കൂടെ വന്നിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടോ. അപ്പൊ ഞാൻ എന്റെ ചക്ക വരട്ടി മതിയായി. സൂപ്പർ. ഓക്കെ, ഇതിനി ചൂടാറി കഴിയുമ്പോ നല്ല കട്ടയാവും. അപ്പൊ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എന്റെ ചങ്കുകൾക്ക് ചങ്കേ പൊരിക്കും, ഞങ്ങൾ പൊരിക്കും. പാത്രച്ചൂട് എന്ന് പറയുന്ന ഒരു സാധനം അത് നമ്മുടെ ഉരുളിക്കകത്ത് നിർബന്ധമായിട്ടും അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതിങ്ങനെ ഓഫ് ചെയ്താൽ അങ്ങനെ തന്നെ വെച്ചോണ്ട് പോകരുത്. ഉരുളിയാണെങ്കിൽ കുറച്ചു നേരം കൂടെ നമ്മള് കയ്യിലിടാതെ ഒന്ന് ഇളക്കണം. കാരണം ആ പാത്രത്തിന്റെ ചൂട് അതിലുണ്ട്, പാത്രച്ചൂടുണ്ട്. ഈ സ്റ്റൗവിന്റെ ആ ചൂടായ ബർണറിന്റെ മുകളിൽ തന്നെയല്ലേ ഇരിക്കണേ, ഓടിന്റെ പാത്രമല്ലേ ചിലപ്പോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക വരട്ടിയത്. ഇനി അടുത്ത ദിവസം ചക്ക വരട്ടിയത് റാഗിയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് അട ഉണ്ടാക്കണ വീഡിയോ ചെയ്യാം. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമസ്തേ.